എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത് 2 ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വലിയൊരു സമയം തന്നെയല്ലേ അടുക്കളയിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നുറുക്കിയിട്ട് പോണത്. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് നുറുക്കാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാൻ, ഞങ്ങളിവിടെ നുറുക്കാനെന്നും പറയും കേട്ടോ, അരിഞ്ഞെടുക്കാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ മുന്നേ ചോപ്പർ വാങ്ങി ഉപയോഗിക്കാറുമുണ്ട്. അതിന് ഈ വള്ളിയുള്ള ടൈപ്പുള്ള ചോപ്പർ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ ഈ കോംബോ ഓഫറിന് കിട്ടുമ്പോൾ ഒന്ന് വാങ്ങിക്കുമ്പോൾ 2 എണ്ണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 സെറ്റ് വാങ്ങിച്ച് 4 എണ്ണം ഉണ്ടായിരുന്നു. ആ 4ഉം ഇതേപോലെ വള്ളി കുറച്ച് ഒരു ചോപ്പർ ഒരു 3-4 മാസമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ വള്ളി അങ്ങോട്ട് പൊട്ടിപ്പോട്ടും. അങ്ങനെ ആ 4 എണ്ണം സ്റ്റോക്കുള്ളതും തീർന്നു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ പിന്നെ ചോപ്പറൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. മോൾക്ക് സ്കൂളിലേക്കൊക്കെ പോണ സമയത്തായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ സവാള അരിയുക എന്ന് പറഞ്ഞാൽ നല്ല മെനക്കെടുള്ള പണിയല്ലേ. സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കാരണം കൊണ്ട് ഞാൻ പിന്നെ ഇനി ചോപ്പറൊന്നും വാങ്ങണില്ല എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിഞ്ഞു പോവുകയുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വില കുറഞ്ഞിട്ടൊന്ന് കിട്ടി. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങി നോക്കിയതാണ്. വള്ളി ഇല്ലാത്തത് ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് വാങ്ങി. അത് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി. വളരെ ചെറിയ വിലയുള്ളൂ, 127 എന്തോ അത്രയും ചെറിയൊരു വിലയുള്ളൂ. പക്ഷെ എന്നാലും ഞാനതൊന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് മോള് ഒന്ന് അൺബോക്സിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മോൾ അത് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇതിന് മുന്നേ വാങ്ങിയതും ഉപയോഗിച്ചതും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞ് കിട്ടിയപ്പോൾ അടുക്കളയിൽ കുറച്ച് ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ മോള് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റിനോട് വർത്തമാനം പറയാൻ തോന്നുന്നു. കുറച്ച് നേരമായി അവിടെ അങ്ങനെ നിൽക്കണം. അവൾക്കും സമയം പോകണില്ല, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ. പിന്നെ അച്ഛന് സുഖമില്ലാത്ത കാരണം കൊണ്ട് എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് മുന്നേ 2 വീഡിയോ ഒന്നിച്ചാക്കിയതാണ്. അപ്പം ചിക്കൻ കറി ചിക്കൻ വാങ്ങിച്ചതും തേങ്ങ ഇട്ടതും അതൊക്കെ ഞാൻ മുന്നത്തെ ഇത് അന്നത്തെ വീഡിയോ ഉണ്ട്. ആ തേങ്ങ പറക്കി കൂട്ടി അന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുകയാണ്. പിന്നെ മോൾക്ക് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ കറിയേക്കാൾ ഇഷ്ടം. അപ്പോൾ അതൊന്ന് ചിക്കൻ കറിയും കുറച്ചെടുത്തിട്ട് ഫ്രൈയും ആക്കുകയാണ്. അപ്പോൾ ഏട്ടൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഞാനും കുറച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏട്ടൻ അതൊന്നും കഴിച്ചില്ല. ഏട്ടൻ ഇപ്പോൾ ഇത് 2 ദിവസം മുന്നേ ആണ് ഏട്ടൻ അങ്ങനെ കുറച്ച് ഒട്ടും ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കഴിച്ച് വന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു 2 ദോശയൊക്കെ അങ്ങനെ രാവിലെ കഴിക്കാൻ തുടങ്ങി. ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളികയും ഇപ്പോൾ നിർത്തി തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തിരിച്ച് വന്നു തുടങ്ങി. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പിന്നെ തേങ്ങ പറക്കി കൂട്ടുന്ന ആ ദിവസത്തെ വീഡിയോ ആണിത്. അത് തേങ്ങ ഇട്ട് അവരൊക്കെ പോയി. പിന്നെ ഞാൻ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചക്കലത്തുള്ള പരിപാടി നോക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ചിക്കൻ കറി വെക്കണു, പിന്നെ മോൾക്കായി ഇന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണു എന്നല്ലാതെ വേറൊന്നുമില്ല. ചെറിയൊരു ഉച്ചത്തെ ലഞ്ചാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ചിക്കൻ കറിയിൽ എനിക്കധികം വെള്ളമൊന്നും ഒഴിക്കുന്നത് ഇഷ്ടമില്ല. ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ കറി ഇങ്ങനെ ഉപയോഗിക്കുക എന്നാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ തന്നെ മതി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഏട്ടൻ പറയും അത് പറ്റില്ല. ഇപ്പോഴല്ല, ഏട്ടൻ കഴിക്കാൻ സമയത്തൊക്കെ പറയും ഇത്രയും വെള്ളം പറ്റില്ല, കുറച്ച് തോനെ വെള്ളം വെക്കണം. അങ്ങനെ ഇവിടെ ചിക്കൻ കറി ഇങ്ങനെ പുഴ പോലെ വെക്കണം. അപ്പോൾ അത് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകാണ്ട് ഒരു വഴിക്ക് പോണതല്ലേ എന്ന് വിചാരിച്ച് ടേബിളും പിളുത്തി എടുത്തു. അങ്ങനെ 2 കയ്യിലും പാത്രങ്ങളായിട്ട്, വെയിലാണ് പുറത്ത്. അപ്പോൾ ഞാൻ അതവിടെ കഴുകാം എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അത് കഴുകിയെടുത്തു. പിന്നെ പച്ചക്കറി ഇപ്പോൾ ഏട്ടന് പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഇതിനെ വന്നപ്പോൾ ഞങ്ങളുടെ റോഡിൻ്റെ മുന്നിൽ കൂടെ, വീടിൻ്റെ മുന്നിൽ കൂടെ വരും. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു വെച്ചു. പിന്നെ മുട്ടയും, അത് മുട്ട ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഏട്ടന് മുട്ട പുഴുങ്ങി കൊടുക്കണം ദിവസം എന്ന് പറയാറുണ്ട്, ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ മുട്ട അല്ലെങ്കിലും ഞങ്ങൾ പുഴുങ്ങി കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഏട്ടന് അധികം മുട്ട പുഴുങ്ങി കൊടുക്കണം എന്ന് പക്ഷേ കഴിക്കാൻ കൂട്ടാക്കാറില്ല. എന്നാലും വാങ്ങി സ്റ്റോക്കാക്കി വെക്കും. പിന്നെ രാത്രിയല്ല, സന്ധ്യ നേരത്ത് വിളക്കൊക്കെ മേലൊക്കെ കഴുകി
വിളക്കൊക്കെ വെച്ചു. മോളും മേലൊക്കെ കഴുകി സെറ്റായി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അല്ല, മോളും മേല് കഴുകിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് രാത്രിയിലത്തെ വിശേഷങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കാരണം, ഈ ചോപ്പർ രാത്രി എടുത്തിട്ട് ഇന്ന് ഉദ്ഘാടനം കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു മുട്ട കൊണ്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പുഴുങ്ങിയത് വേണ്ടാന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് അതുകൊണ്ടൊന്ന് ഉപയോഗിക്കാമെന്ന്. അങ്ങനെ ഏട്ടന് മുട്ടയുടെ ഒരു ഓംപ്ലേറ്റും കഞ്ഞിയാണ് കേട്ടോ, ഗോതമ്പിൻ്റെ കഞ്ഞി. മുട്ട എങ്ങനെയെങ്കിലും ഒന്ന് അകത്താവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടന് പുഴുങ്ങിയ മുട്ട വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. മുട്ട പുഴുങ്ങി കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ വൈറ്റ് മാത്രം. അങ്ങനെ മോളുടെ ആസ്ഥാന സ്ഥലമാണ് ടിവിയുടെ ചുവട്ടിലിരുന്ന് കഴിക്കുക എന്നുള്ളത്. മോള് ചപ്പാത്തി കഴിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു സന്തോഷമാണ് മുന്നേ ഉപയോഗിച്ചതാണ്, എന്നാലും എൻ്റെ ഒരു സന്തോഷം ചെറിയതാണെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് ചെറുത് കിട്ടിയാലും വലിയ സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിൽ, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതേ ഒരു ഓംപ്ലേറ്റ് ഞാൻ ദോശക്കല്ലിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കും ഇതിൽ തന്നെയാണ്, മുട്ട അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കലും ഈ ഒരു ദോശക്കല്ല് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെയാണ് അതും ചെയ്യാറും. ഇത് ഇരുമ്പിൻ്റെ കല്ലാണ് കേട്ടോ. ഞങ്ങൾ ഈ വീടിരുന്ന കാലത്ത് വാങ്ങിച്ച ഇരുമ്പിൻ്റെ കല്ലാണ്. നന്നായിട്ട് എടുത്താലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ അതാണ് എന്നും ഉപയോഗിക്കുക. അങ്ങനെ മുട്ട ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്തു, സാരമില്ല, ഏട്ടനുള്ളതല്ലേ. അങ്ങനെ ഏട്ടന് കഞ്ഞിയും മുട്ടയും, ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഏട്ടന് ചിക്കനൊന്നും പിന്നെ വേണമെന്ന് പറഞ്ഞ് വെച്ചു, പക്ഷേ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളായി, അതിൽ തന്നെ വലിയ സന്തോഷം. ഗുളികയൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് വിഷയമാവുമെന്ന് ഡോക്ടർ പറഞ്ഞ് പിന്നെ ഞാൻ നിർബന്ധപൂർവ്വം കൊടുക്കും. ഈ ഒരു ഓംപ്ലേറ്റ് അന്ന് കഴിച്ചു കേട്ടോ. ഈ കഞ്ഞി പകുതി കുടിച്ച് ഒരു ഓംപ്ലേറ്റും കഴിച്ചു. അതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലെ വിശേഷങ്ങൾ.